ഒരു ക്ലീഷേ ക്ലൈമാക്സ് ആയിപ്പോയി. ഇങ്ങനത്തെ ജോണറിൽ വരുന്ന സ്ഥിരം പരിപാടിയുള്ള ടെംപ്ലേറ്റ് ഐറ്റമായി പോയി. സീരിയസ് മൂഡ് പിടിക്കാൻ നോക്കി, പക്ഷേ അത്രയ്ക്ക് സീരിയസ് ആവുന്നില്ല. കോമഡി പിടിക്കാൻ നോക്കി, പക്ഷേ അത്രയ്ക്ക് കോമഡി ആവുന്നില്ല. പുതിയ സംവിധായകന് മേ ബി എല്ലാം കുറവ് വരാം, കൂടുതൽ വരാം. പക്ഷേ ഇത് ന്യൂട്രലായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ധീരൻ ഒരു നോർമൽ മൂവി, ജസ്റ്റ് കണ്ടിരിക്കാവുന്ന, വലിയ കുറ്റവും പറയാനില്ല. എന്നാൽ പിന്നെ നമുക്ക് ഭയങ്കര വർക്കായ സംഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല. പോസിറ്റീവായിട്ട് തോന്നിയത് ജഗദീഷ്, അശോകൻ, അവരുടെ കോമ്പോലെ കുറച്ച് കോമഡികളും അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് തോന്നിയത് സ്റ്റോറി ഫസ്റ്റ് ഹാഫ് ഒരു ഫൺ മൂഡിലാണ്, ഒരു ഡാർക്ക് ഹ്യൂമറാണ് പിടിച്ചു പോയെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ച് ത്രില്ലർ, ഒരു സർവൈവൽ പരിപാടി പിടിച്ച് അതാണ് വർക്കാവാതെ പോയത്. പിന്നെ കുറച്ച് ഇമോഷൻ പരിപാടിയൊന്നും നമുക്ക് കൊണ്ട് കണക്റ്റ് ആയില്ല. മെയിൻ ക്യാരക്ടറിൻ്റെ രാജേഷ് മാധവൻ്റെ ക്യാരക്ടറിൻ്റെ ബാക്കി എല്ലാവരും ഓക്കെയാണ്, അവരുടെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ഥിരം ഒരു ക്ലീഷേ ക്ലൈമാക്സ് ആയിപ്പോയി. ഇങ്ങനത്തെ ജോണറിൽ വരുന്ന സ്ഥിരം പരിപാടിയുള്ള ടെംപ്ലേറ്റ് ഐറ്റമായി പോയി ക്ലൈമാക്സ് എത്തിയപ്പോൾ. മൊത്തത്തിലൊരു വാച്ചബിൾ മൂവിയായിട്ടാണ് തോന്നിയത്. കോംബോ സീൻസ് ചിലടത്ത് വർക്കായി, ചിലത് വർക്കായില്ല, അതൊക്കെ തന്നെ. സീരിയസ് മൂഡ് പിടിക്കാൻ നോക്കി, പക്ഷേ അത്രയ്ക്ക് സീരിയസ് ആവുന്നില്ല. കോമഡി പിടിക്കാൻ നോക്കി, പക്ഷേ അത്രയ്ക്ക് കോമഡി ആവുന്നില്ല. രണ്ടൊരു ആവറേജ്, അത്രേ ഉള്ളൂ. കോമഡി എന്ന് പ്രധാനമായിട്ട് കോമഡി അല്ല ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ സൊസൈറ്റി എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനത്തെ ഒരു സംഭവത്തിൽ അവിടെ നിന്ന് നാടുവിടുന്ന ഒരു ധീരൻ, ആ ധീരൻ്റെ കഥയാണ് ഫുള്ള് പറഞ്ഞു പോകുന്നത്. പക്ഷേ ആരുമില്ല എന്ന് ഒരു തോന്നലിൽ നിന്ന് എല്ലാവരും പുള്ളിയുടെ കൂടെ നിൽക്കുകയാണ്. ക്ലൈമാക്സ് ഇഷ്ട കാര്യം പുള്ളിയുടെ പിന്നെ എടുത്ത് പറഞ്ഞ സിനിമാറ്റോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഡിബേറ്റ് ഡയറക്ടറായ ദേവത്തേട്ടൻ ഇത്രയും ചെയ്തു വെച്ചേക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഒരു പുതിയ സംവിധായകന് മേ ബി എല്ലാം കുറവ് വരാം, കൂടുതൽ വരാം. പക്ഷേ ഇത് ന്യൂട്രലായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. അതാ ഞാൻ പറഞ്ഞു, അവരുടെ എടുത്ത് പറയാം, ഓരോരുത്തരും ഞാൻ എടുത്ത് പറയുന്നില്ല. എല്ലാവരും അവരുടെ പാർട്ട് കാസ്റ്റ് ആൻഡ് ക്രൂ ഫുൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്തോ ഒരു സ്ക്രിപ്റ്റ് ഓക്കെയാണ്. പക്ഷേ എവിടെയൊക്കെ ആ ഒരു കോമഡി ത്രില്ലറെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഫ്ലോ കിട്ടുന്നില്ല. തുടക്കം തൊട്ട് അവസാനം വരുമ്പോൾ ഒരു ഫ്ലോ വരണ്ടേ. ഒരു പടം കാണുമ്പോൾ നമുക്ക് അതല്ലേ വേണ്ടത്. പക്ഷേ ആ ഒരു ഫ്ലോ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കൊരു വിഷമം തോന്നിയത്. പക്ഷെ എന്നാലും അവർ നല്ലൊരു അറ്റംപ്റ്റാണ് നടത്തിയിട്ടുള്ളത്. നായകനൊക്കെ എങ്ങനെയുണ്ട് രാജേഷ് മാധവൻ്റെ? രാജേഷ് മാധവ് ഓൾറെഡി അത്യാവശ്യം ചെയ്തൊക്കെ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ പുള്ളിക്കാരന് വരാൻ പറ്റാത്തൊരു ഗതി ഇപ്പോഴും നിൽക്കുകയാണ് സ്റ്റേജിലോട്ട്. പുള്ളിക്കാരൻ ഇപ്പോഴും ബാക്കിൽ തന്നെയാണ്, പക്ഷേ ഫ്രണ്ടിലോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടിയുള്ള സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു പഞ്ച് കിട്ടുന്നില്ല. എടുത്തു പറയത്തൊക്കെ ഇത് മേക്കിംഗ് വൈസും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയൊക്കെ കൊള്ളാം. നമ്മളെ നോൺ ലീനിയറായിട്ടാണ് കഥ പറയുന്നത്, പാർട്ടായിട്ടുള്ള അതൊക്കെ നല്ല വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടാതെ പോയതാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ കഥ നടക്കുന്നത് തമിഴ്നാട് സെറ്റപ്പൊക്കെയാണ്, അതൊക്കെ കണ്ടിരിക്കാൻ രസമുണ്ട്. വേറെ ആയിട്ട് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ആർട്ടിസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മനോജ് കെ ജയൻ, അതുപോലെ തന്നെ സുധീഷ്, ശബരീഷ് വർമ്മ, അവരെല്ലാം ഓരോ ക്യാരക്ടറും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ടായിരുന്നു. നായകൻ ഇത്തിരി കൂടി നല്ല രീതിയിൽ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കംബാക്ക് ഇൻ്റർവ്യൂവിലൊക്കെ ഹൈപ്പുണ്ട്. നമ്മുടെ ജഗദീഷിൻ്റെ അവരുടെ ഒരു പരിപാടി കാണാനായിരിക്കും ആൾക്കാർ കയറുന്നത്. അത് അവർക്ക് സാറ്റിസ്ഫൈ ആയിരിക്കും. ജഗദീഷ് ചേട്ടൻ അതുപോലെ തന്നെ അശോക്, അവരൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അശോക്